അതിരാവിലെ റൈഡിനിറങ്ങി എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ KSRTC നീ ലൈറ്റിട്ട് വരുന്നത്. നിൻ്റെ ഇടതുഭാഗത്ത് ഇഷ്ടംപോലെ സ്ഥലമില്ലേ ഫുട്ബോൾ കളിക്കാൻ? അതുപോരാ, നിൻ്റെ സ്ഥലം കൂടെ വേണമെന്നാണ് സ്വിഫ്റ്റിലെ ഡ്രൈവർ പറഞ്ഞത്. തൊട്ടടുത്ത ജംഗ്ഷൻ, ഇവിടെയും ബസ്സിന് വലത്തോട്ടാണ് ചായ്വ്. നിങ്ങൾ ശരിക്കും ഇടത്തോട്ടല്ലേ ചായേണ്ടത്? ഇപ്പം എങ്ങോട്ട് ചാഞ്ഞാലും ബസ്സേ, നീ 2 വീലേഴ്സിൻ്റെ നെഞ്ചത്തോട്ട് ചായരുത്. ബസ് കഴിഞ്ഞപ്പോൾ അടുത്തത് ഓട്ടോറിക്ഷ. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്ന ഈ ഓട്ടോറിക്ഷ അങ്ങോട്ട് തന്നെ തിരിയുമോ? കവടെ നിരത്തിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പറഞ്ഞു തീർന്നില്ല, വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. എന്തായാലും എങ്ങോട്ടെങ്കിലും തിരിയണമല്ലോ. മുന്നിൽ പോകുന്ന ഓട്ടോറിക്ഷയും ബെസ്റ്റിയുള്ള കാമുകിയും എങ്ങോട്ട് തിരിയുമെന്ന് പറയാൻ സാധിക്കില്ല എന്ന് പണ്ടൊരു കവി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു ഓട്ടോറിക്ഷ. വലത്തേക്കാണ് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നത്. സഹോദര, നിങ്ങൾ എപ്പോഴാണ് തിരിയാൻ പോകുന്നത്? അതെങ്ങനെയാണ് പിന്നിൽ വരുന്ന ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക? എന്തായാലും പതിയെ പിന്നിൽ പോയി നോക്കാം. പുള്ളി തിരിയാനുള്ള ലക്ഷണമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇൻഡിക്കേറ്റർ ഇട്ട് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. മുന്നോട്ട് പോയപ്പോഴിതാ വളവിലൊരു കാറ് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. ദയവായി ഇത്തരം വളവുകളിൽ വാഹനം പാർക്ക് ചെയ്യാതിരിക്കുക. KSRTC അടക്കം ഒരുപാട് വാഹനങ്ങൾ ഹോണടിക്കാതെ ചെറിപ്പാഞ്ഞു വരുന്നൊരു റോഡാണിത്. പ്രശാന്ത സുന്ദരമായ കഴക്കൂട്ടത്തിൻ്റെ അടുത്തുള്ളൊരു ജംഗ്ഷനാണിത്. മുന്നിൽ റെഡ് സിഗ്നലാണ്. കാൽനട യാത്രക്കാർ ഒരുപാട് പേർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും തന്നെ മുന്നിൽ കാണുന്ന സീബ്ര ലൈൻ ഉപയോഗിക്കുന്നില്ല. വളരെ വിചിത്രമായിരിക്കുന്നു. വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഒരാൾ പോലും സീബ്ര ലൈൻ ഉപയോഗിച്ച് കാണുന്നില്ല. ഞങ്ങൾക്ക് പോകാനുള്ള സിഗ്നൽ ഇപ്പോൾ വരും. വരുന്നതിന് മുമ്പ് തന്നെ കണ്ടോ, കാറുകാരൻ നേരെ സീബ്ര ലൈനിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഓട്ടമത്സരമൊന്നുമല്ലല്ലോ മാഷ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഞങ്ങൾ കാൽനട യാത്രക്കാർ ഇതിനിടയിലൂടെ ഓടി വരും, നിങ്ങൾക്കുള്ള സിഗ്നലാണെങ്കിൽ പോലും. അടുത്തത് മഴ തുടങ്ങി. മഴ തുടങ്ങിയാൽ പിന്നെ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഓടിക്കുക എന്ന് തന്നെയാണ് സേഫായിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ സിഗ്നൽ വിട്ട ശേഷം പുറകിൽ നിന്നും ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് വേഗത കുറയ്ക്കാൻ സാധിക്കില്ല. റിയർ വ്യൂ മിറേഴ്സ് ചെക്ക് ചെയ്ത് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് പതിയെ വാഹനം ഇടത്തെ ലൈനിലേക്ക് മാറ്റി. അല്പം നനഞ്ഞാലും സഡൻ ബ്രേക്കുകൾ ഒഴിവാക്കാനായി മഴയത്ത് 2 വീലേഴ്സ് വേഗത കുറച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് മഴയത്ത് നനയാൻ മടിച്ചിട്ട് പലരും 2 വീലേഴ്സ് വേഗത കൂട്ടി ഓടിക്കാറുണ്ട്, സേഫ് അല്ലെങ്കിൽ പോലും. സ്കൂട്ടർ ഓടിക്കുന്ന സഹോദര, എപ്പോഴും മൊബൈലിലേക്ക് നോക്കാതെ നേരെ നോക്കി വാഹനം ഓടിക്കൂ. അടുത്തത്, എല്ലാ ഓട്ടോക്കാരും മോശം ഡ്രൈവേഴ്സ് അല്ല. മുന്നിൽ പോകുന്ന ഓട്ടോറിക്ഷ വലത്തോട്ട് തിരിയാനായി കൃത്യമായി ഇൻഡിക്കേറ്ററും ഹാൻഡ് സിഗ്നലും ഇട്ട് വാഹനം സെൻട്രൽ ലൈനിലോട്ട് കൊണ്ടുവന്ന് തിരിയുന്നുണ്ട്. അതിന് വിപരീതമായി ഇതാ എൽബോർഡ് വെച്ച ഈ കാറുകാരൻ മറ്റു വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാതെ ഇൻഡിക്കേറ്റർ ഇടാതെ റോഡിലേക്ക് ചുമ്മാ കയറുകയാണ്. എന്തായാലും ആ കാറിലെ ഡ്രൈവർ വാഹനം പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയല്ല, അലക്ഷ്യമായി കാർ ഓടിക്കുന്ന മറ്റൊരു ഡ്രൈവർ. ഇത് കരമന സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ വാഹനം ഇൻഡിക്കേറ്റർ ഇട്ട് ഇടതുവശത്തേക്ക് ഒതുക്കി. ആംബുലൻസിൻ്റെ സൈറൻ കേട്ടിട്ടും വാഹനം ഒതുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് കാറുകാരും ബൈക്കുകാരും മുന്നിലുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ ചെയ്യാതിരിക്കുക. ആംബുലൻസിന് പോകാനുള്ള വഴി എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കുക. കാറിലും ബൈക്കിലുമൊക്കെ ഉച്ചത്തിൽ പാട്ട് കേട്ട് പോകുന്നവർ ചിലപ്പോൾ ആംബുലൻസിൻ്റെ സൈറൻ കേട്ടുകൊള്ളണമെന്നില്ല. റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ കണ്ണും കാതുമൊക്കെ നമുക്ക് തുറന്നു വയ്ക്കാം. സേഫായി ഡ്രൈവ് ചെയ്യൂ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.